ഹായ്, ഫിഫ്ത്ത് സെമിലെ പോർഷൻസിലോട്ട് കിടക്കുകയാണ്. രണ്ട് പേപ്പേഴ്സ് ഞാൻ എടുക്കുന്നത്. അതിൽ പ്രോബ്ലം പേപ്പർ, ദാറ്റ് ഈസ് വെക്ടർ കാൽക്കുലസ്. ഇതുവരെ നമ്മൾ പഠിച്ചിരുന്ന കാൽക്കുലസും ഈ വെക്ടർ കാൽക്കുലസും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കണം. അല്ല, ഈ പേപ്പർ എന്താണ് എന്നുള്ളത് ക്ലിയർ ആയാൽ മാത്രമേ, തുടക്കത്തിലെ ക്ലിയർ ആയാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ. എപ്പോഴും ഏത് ടോപ്പിക്ക് തുടങ്ങുമ്പോഴും അതിൻ്റെ സ്റ്റാർട്ടിങ് പോർഷനിൽ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയെടുക്കണം. ചിലർ ആദ്യത്തെ പേജുകൾ അങ്ങ് മറച്ചിട്ട് പോകും, എന്നിട്ട് ബാക്കിയുള്ളത് ശ്രദ്ധിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അതിൽ പല കൺസെപ്റ്റുവലായിട്ടുള്ള കാര്യങ്ങളും മിസ്സായി പോകും. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് ആദ്യം പറയുന്നത്. ഇത് വെക്ടർ കാൽക്കുലസ് ആണ്. നമ്മൾ ഇതുവരെ ഡീൽ ചെയ്തിരുന്ന കാൽക്കുലസ് എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ഓഫ് വൺ വേരിയബിൾ, അതായത് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എക്സുകളുടെ ഒരു കളക്ഷൻ, ഡൊമൈൻ നമ്മൾ വിളിക്കും. അതിലെല്ലാ പോയിന്റ്സിനും ഇമേജുകളായിട്ട് y വാല്യൂസ് ഉണ്ടാവും. സോ y ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ്. എന്നിട്ട് എക്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വൈക്ക് ഉണ്ടാവുന്ന ചേഞ്ച് അത് പല രീതിയിൽ നമ്മൾ കാണും. എക്സ് ഒരു പോയിന്റിലോട്ട് പോകുമ്പോൾ വൈ എങ്ങോട്ട് പോകുന്നു, അത് ലിമിറ്റ്. എക്സ് അതിനനുസരിച്ച് ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്തു, അതായത് ബ്രേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തു. പിന്നെ എക്സ് മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്തുമാത്രം ഫാസ്റ്റിലാണ് വൈ മൂവ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ റേറ്റ് അറ്റ് വിച്ച് വൈ ഈസ് ചേഞ്ചിങ്, ഡി വൈ ബൈ ഡി എക്സ് കണ്ടു. ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് മാക്സിമം വാല്യൂസ്, മിനിമം വാല്യൂസ് എപ്പോൾ അറ്റൈൻ ചെയ്യുന്നത് ഫോർ ദ ഫംഗ്ഷൻ വൈ, പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലോട്ട് പോയി. അപ്പോൾ ഇതാണ് ശരിക്കും ഇവിടെയും ഡീൽ ചെയ്യുന്നത്. പക്ഷെ ഇവിടെയുള്ള ചേഞ്ച്, ഇവിടെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന കാൽക്കുലസ് ഈസ് ഓൾ അബൌട്ട് ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ്. അപ്പോൾ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടി ടഫായിട്ട് ചിലർക്ക് തോന്നാം, പക്ഷെ അങ്ങനെയല്ല. ഫങ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ്, മൾട്ടി വേരിയബിൾ ഫങ്ഷൻസ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടാവും. നമ്മൾ സാധാരണ ഡീൽ ചെയ്യുന്ന ഫംഗ്ഷനിൽ y ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് ഇസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് y ഇസ് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്. ഇവിടെയുള്ള ചേഞ്ച് ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് വരുന്ന കേസിൽ z ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് y, എക്സും വേരി ചെയ്യുന്നു വൈയും വേരി ചെയ്യുന്നു. ഇപ്പോൾ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ നമ്മൾ പണ്ട് ചെയ്യുന്ന മാതിരി റിയൽ നമ്പേഴ്സ് ആവണം, അല്ലെങ്കിൽ അതിൻ്റെ സബ്സെറ്റ്സ് ആവണമെന്നില്ല. ഡൊമൈൻ എക്സും വൈയും എന്ന് പറയുമ്പോൾ ഓർഡേഡ് പെയർ എക്സ് വൈകളാകുമ്പോൾ പ്ലെയിൻ ആവാം. സോ ഡൊമൈൻ പ്ലെയിൻ ആവും. ഇനി എക്സ് വൈ സെഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ്. മൂന്ന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഓൺലി വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ആ കേസിൽ ഡൊമൈൻ ഇസ് സെറ്റ് ഓഫ് പോയിന്റ്സ് എക്സ് വൈ സെഡ്. അപ്പോൾ സ്പേസിലെ കുറേ പോയിന്റ്സ് ആണ്. ഇപ്പോൾ അങ്ങനെയും നമ്മൾ ലിമിറ്റ് ചെയ്യുന്നില്ല. If w is equal to f of x1, x2, x3, etc. xn, n tuples ആണ്, r raised to n പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ സബ്സെറ്റ് ആണ് ഇത് വരുന്നത്, ഡൊമൈൻ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫങ്ഷൻസിൻ്റെ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ്, അതിൻ്റെ ഇമേജുകളൊക്കെ റിയൽ നമ്പേഴ്സ്, സിംഗിൾ വേരിയബിൾ ആണ്, റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത് കാൽക്കുലസ് ഓഫ് സെവറൽ വേരിയബിൾ ഫങ്ഷൻസ് ആണ്. The several variable functions, real valued functions on several independent variables, means more than one independent, real valued functions on more than one independent variables. Examples നമുക്ക് നോക്കാം. V is equal to a b c. നമ്മൾ വോളിയം ഓഫ് എ ക്യൂബോയിഡ്, ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ്, a ലെങ്ത്, b ബ്രെഡ്ത്ത്, c ഹൈറ്റ്. സോ മൂന്ന് വേരിയബിൾസ് ആണ്. വോളിയം ഡിപ്പെൻഡ്സ് ഓൺ a b c. a into b into c ആണ്. അപ്പോൾ a മാറിയാലും b മാറിയാലും c മാറിയാലും നമുക്ക് വോളിയം മാറും. അതേപോലെ വോളിയം ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ h, സിലിണ്ടറിന്റെ വോളിയമാണ്. അപ്പോൾ അതുപോലെ z ഇസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. ആ ഫംഗ്ഷൻ വേണമെങ്കിൽ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് ഡീൽ ചെയ്യാം. എക്സ് മാറുന്നതിനനുസരിച്ചും വൈ മാറുന്നതിനനുസരിച്ചും ഇതിൻ്റെ വാല്യൂസ് മാറും, സെഡിൻ്റെ വാല്യൂസ് മാറും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഡൊമൈൻ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറിൻ്റെ പോർഷൻ ആവണമെന്നില്ല. ഡൊമൈൻ ചിലപ്പോൾ
ടു ഡയമെൻഷണൽ പ്ലെയിനിലെ കളക്ഷൻ ആവും. അവിടുന്ന് റിയൽ നമ്പറിലേക്കുള്ള റിയൽ ലൈനിലോട്ടുള്ള ഫങ്ഷൻസ് ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ലിമിറ്റ്, അങ്ങനെയുള്ള ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്, അങ്ങനെയുള്ള ഫങ്ഷൻസിനെ മാക്സിമൈസ് ചെയ്യുക, മിനിമൈസ് ചെയ്യുക, അങ്ങനെയുള്ള ഫങ്ഷൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 വേരിയബിൾസ് ഉണ്ടല്ലോ, എക്സ് മാത്രമല്ല വൈയും വരും, ഡബിൾ ഇൻ്റഗ്രൽ വരും. അപ്പോൾ 3 വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് വരുന്ന സമയത്ത് ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് വരും. ഡബിൾ ഇൻ്റഗ്രൽ ഉണ്ട്, ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഉണ്ട്, അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഓരോ സെക്ഷനായിട്ട് പോകും. അപ്പോൾ ആദ്യം മിക്കവാറും ഡൊമെയിൻ, റേഞ്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളാവും. അപ്പോൾ ഫംഗ്ഷനെ മനസ്സിലാക്കണമല്ലോ. പിന്നെ ലിമിറ്റ്, പിന്നെ കണ്ടിന്യൂറ്റി, പിന്നെ ഡിഫറൻസിയേഷൻ. ഈ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാലും എഗെയിൻ y ഡിപ്പെൻഡ്സ് ഓൺ, എക്സാമ്പിളായിട്ട് z is equal to a function of x and y ആകുമ്പോൾ x ചേഞ്ച് ചെയ്യുമ്പോൾ z ചേഞ്ച് ചെയ്യും, y ചേഞ്ച് ചെയ്യുമ്പോഴും z ചേഞ്ച് ചെയ്യും. എക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് റേറ്റിലാണ് z ചേഞ്ച് ചെയ്യുന്നത്, എന്നാൽ നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് വരും. പക്ഷെ അപ്പോൾ y കീപ്പിംഗ് y ആസ് കോൺസ്റ്റൻറ്റ്. സോ ദാറ്റ് ഇസ് പാർഷ്യൽ ഡെറിവേറ്റീവ്. ഡോ z ബൈ ഡോ എക്സ് എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ്സ് വരുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. ഡോ z ബൈ ഡോ എക്സ് ഉണ്ട്, ഡോ z ബൈ ഡോ വൈ ഉണ്ട്, ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് ഡോ വൈ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട് ഈ പേപ്പറിൽ. ഇതിൽ പലതും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പല കാര്യങ്ങളും പഴയ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ഓൺ സിംഗിൾ വേരിയബിളോ ആയിട്ട് കണക്റ്റഡാണ്. അതിൻ്റെ പോലെ തന്നെ വരുന്നതുകൊണ്ട് പലതും നമ്മൾ പ്രോബ്ലംസിലൂടെ മനസ്സിലാക്കുകയുള്ളൂ. പക്ഷെ ആദ്യത്തെ പോയിന്റ് ഇവിടെ ഡീൽ ചെയ്യുന്നത് ഫങ്ഷൻസ് ഓൺ സെവറൽ വേരിയബിൾസ് ആണ്. ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്. ഡൊമൈൻ ഈസ് നോട്ട് ജസ്റ്റ് റിയൽ നമ്പേഴ്സ് ഓർ ഇറ്റ് സബ്സെറ്റ്സ്. ഇറ്റ് ക്യാൻ ബി 2 ഡയമെൻഷണൽ പ്ലെയിൻ, 3 ഡയമെൻഷണൽ സ്പേസ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് വലിയ സെറ്റുകളിലോട്ട് കിടക്കാം. ബട്ട് ഇമേജസ് ആർ ഓൾവേസ് റിയൽ നമ്പേഴ്സ്.